കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് വെൽഡ് ചെയ്ത് അടച്ചുപൂട്ടി യൂത്ത് കോൺഗ്രസ്. മലപ്പുറം തിരൂരിലെ തലക്കാട് മണ്ഡലം കമ്മിറ്റി ഓഫീസാണ് അടച്ചുപൂട്ടിയത്. കോൺഗ്രസ് ഭരിക്കുന്ന തലക്കാട് സർവീസ് സഹകരണ ബാങ്കിൽ നിയമനത്തിൽ കോഴ വാങ്ങിയെന്നും പണം ഡയറക്ടർമാരായ കോൺഗ്രസ് നേതാക്കൾ കൈക്കലാക്കിയെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നു. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ഒപ്പം ചേരുന്നു. ശിവദാസ്, ഈ ആരോപണം ഉന്നയിക്കുന്നത് നാട്ടുകാരല്ല, എതിർ പാർട്ടിക്കാരല്ല, സ്വന്തം യുവജന സംഘടനയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തലക്കാട് കോൺഗ്രസിന്റെ ഓഫീസാണ്, മണ്ഡലം കമ്മിറ്റി ഓഫീസാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ താഴിട്ട് പൂട്ടിയിരിക്കുന്നത്. അതും വെൽഡ് ചെയ്തിട്ടാണ് അവർ പൂട്ടിയിരിക്കുന്നത്. അതായത് ലോക്ക് പൊട്ടിച്ച് മാത്രം തുറക്കാൻ കഴിയാത്ത തരത്തിൽ, പൂട്ട് പൊട്ടിച്ച് മാത്രം തുറക്കാൻ കഴിയാത്ത തരത്തിൽ വെൽഡ് ചെയ്ത് പൂട്ടിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. തലക്കാട് സർവീസ് സഹകരണ ബാങ്കിൽ ക്രമക്കേട് നടന്നു എന്ന് ആരോപിച്ചായിരുന്നു ഇത്തരത്തിൽ കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി ഓഫീസ് തന്നെ പ്രവർത്തനരഹിതമാക്കുന്ന തരത്തിൽ അവർ താഴിട്ട് പൂട്ടിയിരിക്കുന്നത്, വെൽഡ് ചെയ്ത് താഴിട്ട് പൂട്ടിയിരിക്കുന്നത്. തലക്കാട് സർവീസ് സഹകരണ ബാങ്ക് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. അവിടെ നിയമനത്തിന് വേണ്ടി കോൺഗ്രസ് ഇതിന്റെ ഡയറക്ടർമാർ കോഴ വാങ്ങി അതാണ് പ്രധാനമായും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നത്. ഈ കോഴ വാങ്ങിയത് പിന്നീട് പാർട്ടിക്ക് കൈമാറിയിട്ടില്ല, അതിന്റെ ഡയറക്ടർമാർ തന്നെ കൈക്കലാക്കി അവർ അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു എന്ന ഒരു ആരോപണമാണ് യൂത്ത് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഓഫീസ് താഴിട്ട് പൂട്ടിയിരിക്കുന്നത്. ഈ സംഭവത്തിൽ അങ്ങനെ ഒരു ക്രമക്കേട് ഉണ്ടായിട്ടില്ല എന്നാണ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ PCCക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. കൃഷ്ണരാജൻ, കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റി ഓഫീസ് താഴിട്ട് പൂട്ടുന്നു യൂത്ത് കോൺഗ്രസ്സുകാർ. അവിടുത്തെ സർവീസ് സഹകരണ ബാങ്ക് നിയമനത്തിൽ കോഴ വാങ്ങിയെന്ന ആരോപണത്തിന് പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസ് ഇത് ചെയ്തത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശിവദാസ് കന്മനം. കണ്ണൂർ